ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച ചെട്ടികുളങ്ങര മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. പാർക്കിങ്ങിന് ക്രമീകരണം നിലവിൽ വരും. ചെട്ടികുളങ്ങര കുംഭഭരണിയോടനുബന്ധിച്ച് തിങ്കളാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. മാവേലിക്കരയിൽ നിന്നും ചെട്ടികുളങ്ങര വഴി കായംകുളത്തേക്കുള്ള വാഹനങ്ങൾ കണ്ടിയൂരിൽ നിന്ന് തിരിഞ്ഞ് ഈരേഴ കൊയ്പ്പള്ളിക്കാരാഴ്മ ഒന്നാംകുറ്റി വഴി വേണം പോകേണ്ടത്. കായംകുളത്ത് നിന്നും തട്ടാരമ്പലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പത്തിയൂർ കണ്ണമംഗലം കരിപ്പുഴ വഴി പോകണം. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന്റെ 500 മീറ്റർ ചുറ്റളവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ഈരേഴ കൊച്ചാൽത്തറമുക്കിൽ നിന്നും പടിഞ്ഞാറേക്ക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ. കുംഭഭരണി നാളിൽ ക്ഷേത്രവളപ്പിലും പരിസരത്തും പോലീസ് സുരക്ഷ ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. 2 ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിൽ 500-ലധികം പോലീസുകാർ ക്രമസമാധാന പാലനത്തിനുണ്ടാകും. ക്ഷേത്രവളപ്പിലും 2 കിലോമീറ്റർ ചുറ്റളവിലുമായി 100ഓളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രം ഓഡിറ്റോറിയത്തിന് മുകളിൽ പോലീസ് കൺട്രോൾ റൂമും കാഴ്ചക്കണ്ടത്തിന് സമീപം വാച്ച് ടവറും സജ്ജമാക്കും. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സേനാംഗങ്ങളാകും തിരക്ക് നിയന്ത്രിക്കുക. ഓരോ കരയിൽ നിന്നുമുള്ളവരാണ് സേനയിലുള്ളത്. മെഡിക്കൽ കൗണ്ടർ ക്ഷേത്രത്തിന് തെക്കുവശമുള്ള ദേവസ്വം കെട്ടിടത്തിൽ പ്രവർത്തിക്കും. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെയും സേവാഭാരതിയുടെയും സൗജന്യ ആംബുലൻസ് സേവനവും ഏർപ്പെടുത്തും. അധിക ബസ് സർവീസ് ഭരണിനാളിൽ KSRTC ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, തിരുവല്ല ഡിപ്പോകളിൽ നിന്നും ചെട്ടികുളങ്ങര വഴി അധിക ബസ് സർവീസ് ഉണ്ടാകും. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര.